التمسك بالأثر نجاه. അസ്സുആലുൽ വാഹിദു വസ്സിത്തൂൻ 61-ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് ചോദ്യം? മാ അക്സറുമാ യുദ്ഖിലുൽ ജന്ന, ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകളെ നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു, ഒരുപാട് വിഷയങ്ങൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ പറഞ്ഞപ്പോൾ പല കാരണങ്ങളും പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ത് കാരണത്താലാണ്, എന്ത് പൂർത്തീകരിച്ചത് കൊണ്ടാണ്? അതിന് ഉത്തരം എന്തായാലും ഉത്തരം തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്. രണ്ട് കാര്യങ്ങളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിരുന്ന കാര്യമാണ് ഹദീസുകളിൽ. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഏറ്റവും അധികം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. ഒന്നാമത്തത് തഖ്വല്ലാഹ്. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ നേർക്ക് നേരെ വാക്കർത്ഥം പറയുമ്പോൾ നമ്മൾ ഒരു സംരക്ഷണം സ്വീകരിക്കുക എന്നുള്ള അർത്ഥം. പക്ഷെ അതുകൊണ്ട് ദീനിൽ ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ നമ്മുടെ തടിയെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള സംരക്ഷണം സ്വീകരിക്കുക എന്നുള്ള അർത്ഥം. നമ്മൾ നമ്മുടെ തടിയെ നരകത്തിന് സലാമത്താക്കുക, രക്ഷപ്പെടുത്തുക. അതിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ നമ്മുടെ വിശ്വാസം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സ്വീകരിക്കുക. ഇതാണ് തഖ്വ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന് നമ്മൾക്ക് ഏറ്റവും മിനിമം, തഖ്വയ്ക്ക് ഒരുപാട് പടികളുണ്ട്, പദവികളുണ്ട്. ഏറ്റവും ചുരുങ്ങിയ അളവെന്നുള്ളത് വാജിബുകൾ നമ്മുടെ മേൽ ബാധ്യതയാക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായി പൂർത്തീകരിക്കുക. ഇനി എന്തെങ്കിലും അതിൽ പോരായ്മകൾ വന്നാൽ പരമാവധി സുന്നത്തുകൾ അധികരിപ്പിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ, നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ പറ്റാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. ഇനി പറ്റിപ്പോയ ഉടനെ തന്നെ വേഗത്തിൽ തൗബ ചെയ്യുക, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക. അപ്പം ഇത് രണ്ടും, വാജിബുകളും ഹറാമുകളും, വാജിബുകൾ പൂർത്തീകരിക്കുക, ഹറാമുകൾ വിട്ടു നിൽക്കുക, ഇത് രണ്ടും ഒരാൾ കൃത്യമായി നിർവഹിച്ചാൽ മാനസികമായി പോരായ്മകൾ വരും. പോരായ്മകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് വാജിബുകൾ പോരായ്മകൾ വന്നാൽ സുന്നത്തുകൾക്ക് അധികരിപ്പിച്ചിട്ട് അത് പരിഹരിക്കുക. ഹറാമുകൾ ചെയ്യാതിരിക്കുന്നതിൽ വീഴ്ചകൾ സംഭവിച്ച ഹറാമുകൾ വീണുപോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ റബ്ബിലേക്ക് തൗബ ചെയ്യുക. അങ്ങനെ ഒരാളാണെങ്കിൽ അവനാണ് മുത്തഖി, അവനാണ് തഖ്വയുള്ളവൻ. അപ്പോൾ സാന്ദർഭികമായി ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ ഒരു മുസ്ലിമായ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മകനായി ജനിച്ചതുകൊണ്ട് നമ്മുടെ മേൽ എന്തൊക്കെയാണ് വാജിബുകൾ, നമ്മുടെ ജീവിതത്തിൽ ചുറ്റുമുള്ള ഹറാമുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് അറിവില്ലാത്തത് കൊണ്ട് പല വാജിബുകളും നമ്മൾ അറിയാതെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഒരുപാട് വാജിബുകൾ, പല ഹറാമുകളും നമുക്കത് ഹറാമാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ നമ്മളത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് തഖ്വയുള്ളവനാകാൻ സാധിക്കുക എന്ന് വെച്ചാൽ, തഖ്വയ്ക്ക് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അറിവാണ്. നമുക്ക് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ കഴിയണം, എൻ്റെ ജീവിതത്തിൽ ഞാനെന്ന ഒരു മുസ്ലിമായ വ്യക്തിക്ക്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മൾ പലർക്കും പല ബാധ്യതകളുണ്ടാവും. മാതാപിതാക്കളുടെ ബാധ്യത ഉണ്ടാവും, ചിലപ്പോൾ മക്കളുടെ ബാധ്യത ഉണ്ടാവും, സഹോദരൻ്റെ ബാധ്യത ഉണ്ടാവും, ഭർത്താവിൻ്റെ ബാധ്യത ഉണ്ടാവും, ഭാര്യയുടെ ബാധ്യത ഉണ്ടാവും, ഉമ്മയുടെ ബാധ്യത ഉണ്ടാവും. പലർക്കും പല ബാധ്യതകളായിരിക്കും. അതൊക്കെ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അതേപോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഹറാമുകളുണ്ടാവും. അത് പലരുടെയും സാഹചര്യങ്ങൾ വ്യത്യാസമായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹറാമുകളും വ്യത്യസ്തമായിരിക്കും. ആ ഹറാമുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെയാണ് നമുക്ക് തഖ്വയുള്ളവനാകാൻ സാധിക്കുക. അപ്പോൾ ഈ തഖ്വയാണ് ഏറ്റവും അധികം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ഒന്നാമത്തെ കാര്യം. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ്, ഒരു വഴിയാണ് ഏത്? തഖ്വയുള്ളവനാകാൻ ശ്രമിക്കുക. അതിനെ ആദ്യം പഠിക്കണം, വാജിബുകളും ഹറാമുകളും. എന്നിട്ട് ഹറാമുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പറ്റിപ്പോയാൽ ഉടനെ തന്നെ തൗബ ചെയ്യാം. വാജിബുകൾ കൃത്യമായി പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. വിട്ടുപോയാൽ, എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ പരമാവധി സുന്നത്തുകൾ അധികരിപ്പിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് തഖ്വയുള്ളവനാകാൻ സാധിക്കും.
പിന്നെ ഇവിടെ പറയുന്നത് വഹുസ്നുൽ ഖുലുഖ് എന്ന സൽസ്വഭാവം. ഹുസ്നുൽ ഖുലുഖ് എന്ന് വെച്ചാൽ സൽസ്വഭാവം. സൽസ്വഭാവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന 4 ഹദീസുകൾ, ആ ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി പ്രാക്ടിക്കലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ സൽസ്വഭാവിയാകാൻ നമുക്ക് സാധിക്കും. വെറും 4 ഹദീസുകൾ, വളരെ ചെറിയ ഹദീസുകളാണ്, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഹദീസുകളും ആയിരിക്കും. എന്നാൽ നമ്മൾക്ക് ഈ സൽസ്വഭാവം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രതിഫലം നിസ്സാരമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നെന്താ? ഒരു തൗഹീദുള്ളൊരു വ്യക്തിക്ക്, ഈമാനുള്ള ഒരാൾക്ക് ഖിയാമത്ത് നാളിൽ അവൻ്റെ മീസാനിൽ സൽസ്വഭാവത്തേക്കാൾ കനം തൂങ്ങുന്നതായി മറ്റൊന്നുമില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, എനിക്ക് നിങ്ങളിൽ എന്നോട് ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുത്തുണ്ടാവുക, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഹദീസുകൾ സൽസ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഹദീസുകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമകളാവാൻ സാധിക്കും. വളരെ വേഗത്തിൽ പറയാം 4 എണ്ണം. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെയും തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരേക്കും നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ പരിപൂർണമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഒന്നാമത്തെ ഹദീസ്. നമുക്കിഷ്ടപ്പെടുന്ന എന്തെല്ലാം ഖൈറുകളുണ്ടോ അതെല്ലാം നമ്മുടെ സഹോദരന്മാർക്കും മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാം. എന്ത് ഖൈറാണെങ്കിലും, എന്തൊക്കെ നന്മകളാണ്, ദുനിയവിയാണെങ്കിലും ഉഖറവിയാണെങ്കിലും, ആ ഖൈറുകളെല്ലാം മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരാളുടെ ഇസ്ലാം നന്നാകുന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അവന് ദുനിയാവിലോ ആഖിറത്തിലോ യാതൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കുക എന്നുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല, ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കുക. നമ്മുടെ സമയവും അധ്വാനവും ഒക്കെ വെറുതെ അതിൽ മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. ദുനിയാവിലോ ആഖിറത്തിലോ എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ അതിൽ നമ്മുടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഹദീസ്. മൂന്നാമത്തെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് വസിയത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് അങ്ങേയറ്റം പ്രധാനപ്പെട്ടൊരു ഉപദേശം നൽകണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വസിയത്ത്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടരുത് പറഞ്ഞാൽ മനുഷ്യനാകുമ്പോൾ ദേഷ്യം വരും, സ്വാഭാവികമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിൽ ദേഷ്യം വരരുത് എന്നുള്ള അർത്ഥമല്ല, മറിച്ച് ദേഷ്യം മനസ്സിൽ കടന്നു വന്നാലും ആ ദേഷ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഒന്നും പറയാതെ, ഒന്നും പ്രതികരിക്കാതെ, മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. എന്നിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ദേഷ്യം മാറിയതിന് ശേഷം മാത്രം പറയുക, ദേഷ്യം മാറിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക. ഇതാണ് ആ ഒരു കൽപ്പനയുടെ അർത്ഥം. ആണ് മൂന്നാമത്തെ ഹദീസ്. നാലാമത്തെ ഹദീസ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന നമ്മുടെ സ്വഭാവം നന്നാക്കാൻ, ഏറ്റവും നല്ല സൽസ്വഭാവത്തിലേക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന നാലാമത്തെ ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ ഒന്നുകിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നല്ലതാണ് നമ്മൾ ആ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഖൈറേ ഉണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ ദുനിയാവിലുള്ള ഖൈറ്, അല്ലെങ്കിൽ ആഖിറത്തിലുള്ള ഖൈർ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഖൈറേ അതിലുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പുള്ളത്, കൺഫേം ആയത് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഈ 4 കാര്യങ്ങൾ വളരെ എളുപ്പമുള്ള, എന്നാൽ പ്രാക്ടിക്കലാക്കിയാൽ നമുക്ക് വളരെ എഫക്റ്റീവായി ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് എത്താൻ സാധിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 ഹദീസുകളാണ്. ഈ 4 ഹദീസുകൾ തന്നെ നമ്മൾ കൃത്യമായി മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏറ്റവും മികച്ച സ്വഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ.